പോക്സോ കേസിൽ യൂട്യൂബർ വിജെ മച്ചാൻ അറസ്റ്റിൽ. 16 വയസ്സുകാരിയുടെ പരാതിയിലാണ് ഗോവിന്ദ് വിജെ എന്ന വിജെ മച്ചാനെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം ലൈംഗിക ദുരുപയോഗത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകിയത്. ഇയാളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. യൂട്യൂബിൽ 129K ഫോളോവേഴ്സ് ആണ് വിജെ മച്ചാന് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, സിനിമാ മേഖലയിലെ പുഴുക്കുത്തുക്കളെ സംബന്ധിച്ച റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹം വ്യാപകമായി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ഇത്തരത്തിൽ വില്ലന്മാരായി മാറുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സംഭവം? അഭിലാഷ്, ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയാണ് ഈ യൂട്യൂബർ വിജെ മച്ചാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇയാളുടെ വീട്ടിലെത്തിയ ശേഷം, ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയ ശേഷമാണ് അറസ്റ്റ്. 16 വയസ്സുകാരുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ശേഷം തന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചിട്ടാണ് ഇന്ന് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടി നേരിട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പോലീസ് ഗോവിന്ദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ മാങ്ങ സ്വദേശിയാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 129K ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് വ്ലോഗിന് ഉടമയാണ് വിജെ മച്ചാൻ എന്ന് പറയുന്ന ഗോവിന്ദ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പോലെ തന്നെ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് കൃത്യമായ നടപടികൾ വേണമെന്നുള്ള തരത്തിലേക്ക് ഇത്തരം ഒരു കേസ് വന്നപ്പോൾ തന്നെ അടിയന്തരമായി പോലീസ് അതിൽ ഇടപെടുകയും മറ്റ് കേസുകളിലേക്ക് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നടപടി കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അല്പസമയത്തിനുള്ളിൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിനോടൊക്കെ അന്ന് പ്രതികരിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ മേഖലയിൽ ഇത്തരമുള്ള എല്ലാ മേഖലയിലുമുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ അടിയന്തര നടപടി എടുക്കുമോ എന്ന് നമ്മൾ കാണുമ്പോഴും, പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിൽ അടിയന്തര നടപടി എടുക്കുന്നു എന്ന് നമ്മൾ കാണുമ്പോഴും ചില മേഖലയെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന അല്ലെങ്കിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഇതിപ്പോൾ ഈ സിനിമയിൽ നിരവധി ആരാധകർ ഓരോ താരങ്ങൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ യൂട്യൂബർമാർക്കുമൊക്കെ വലിയ ആരാധകർ ആണുള്ളത്. അതിൽ പലരും കൊച്ചുകുട്ടികൾ ഒക്കെയാണ്. നമ്മൾ ഇതിനു മുമ്പുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അശ്ലീലം മാത്രം സംസാരിക്കുന്ന ചില യൂട്യൂബർമാർ, അവർക്ക് പോലും ആരാധകർ കുട്ടികളാണ്. ചില ഉദ്ഘാടന ചടങ്ങിനൊക്കെ എത്തിയപ്പോൾ കുട്ടിക്കൂട്ടം എത്തിയത് മലപ്പുറത്ത് നിന്നൊക്കെ അത്തരം വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെയും ഉണ്ടാകുന്ന ഒന്ന് ഈ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയൊക്കെ താരം ആണ്. അവരൊക്കെ വലിയ ആരാധനയോടെയാണ് ഈ യൂട്യൂബർമാരെയൊക്കെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ പെൺകുട്ടി ഇയാളുമായി ഈ തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നോ പുലർത്തിയിരുന്നത്? അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നോ? അതിനപ്പുറത്ത് ഈ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയായിരുന്നു? അങ്ങനെ പരാതിയിൽ വ്യക്തതയുണ്ടോ? സോഷ്യൽ മീഡിയ വഴി അഭിലാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു യൂട്യൂബറോടുള്ള ആരാധന മൂലം സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണ്. തുടർന്ന് ചാറ്റുകളിലൂടെ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് നടത്തിയ പേഴ്സണൽ ചാറ്റുകളിലും പേഴ്സണൽ സംഭാഷണങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈംഗികതയോടെ സംസാരിക്കാനും അത് ലൈംഗികതയിലേക്ക് മാറുന്ന തരത്തിലേക്കും തുടങ്ങിയത്. അത് സ്ത്രീകളോടുള്ള ഒരുതരം മുതലെടുപ്പ് പോലെയാണ് ഈ പറയുന്ന അല്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ബ്ലോഗർമാരായിക്കോട്ടെ, സിനിമാ താരങ്ങളായിക്കോട്ടെ, ആരായാലും ഇത് പെൺകുട്ടികളെ മുതലെടുക്കാനുള്ള ഒരു ഇടമാണ്. തങ്ങളുടെ സെലിബ്രിറ്റികളെ തങ്ങളുടെ സ്റ്റാർഡമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടം യുവതയുടെ പ്രതീകമാണ് ഈ പറയുന്നത് പോലെയുള്ള വിജെ മച്ചാനെ പോലെയുള്ള ആളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് 16 വയസ്സായ പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായി പ്രതികരിക്കാനും അതിനെ ആ കുട്ടിയോടുള്ള ഒരു പരിചയം അതിനെ ലൈംഗികതയിലേക്ക് വലിച്ചെടുക്കാനും അതിനെ ദുരുപയോഗം ചെയ്യാനുമുള്ള നീക്കത്തിലേക്ക് ഇയാൾ കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത്തരം പ്രവണതകൾക്കെതിരെ അന്വേഷിച്ചേ മതിയാകൂ എന്നുള്ള സൂചനകൾ ആണ്
സമൂഹത്തിൽ എവിടെയുമുള്ള സംശയങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തായാലും വിജയ് മച്ചാനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കുന്നത് പോക്സോ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ ഒരു പെൺകുട്ടി മാത്രമേ ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ, അതോ അല്ലാതെ ഇയാൾ ഇത്തരത്തിൽ ആരാധന മൂലം ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പെൺകുട്ടികൾക്കുമൊക്കെയായി ഇത്തരത്തിൽ ബന്ധം തുടരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുമെന്നാണ്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. പലരും മാനഹാനി ഭയന്നുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് എത്താനും മടി കാണിച്ചേക്കാം. പക്ഷേ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ കരുതിയിരിക്കുക. യൂട്യൂബിൽ കാണുന്ന വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അതൊക്കെ തന്നെയാണ് അവർ എന്ന് തെറ്റിദ്ധരിക്കരുത്. ആ മേഖലയിലും പുഴുക്കുത്തുകൾ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇടവേള.